യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമസ്കാരം. കത്തോലിക്ക സഭയോടുള്ള അവഗണന തുടർന്നാൽ സഭ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയയിലും പറഞ്ഞത്. വോട്ട് ബാങ്കായി നിലനിൽക്കാൻ ആഗ്രഹിക്കില്ല. നിലവിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുമെന്ന മുന്നറിയിപ്പും ബിഷപ്പ് നൽകി. പ്രീണന രാഷ്ട്രീയത്തിനും സർക്കാർ അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ സഭ പ്രതിഷേധമുയർത്തുമ്പോൾ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനവും ഉണ്ടാകുന്നത്. വിമോചന സമരം മുതൽ പ്രത്യക്ഷമായും പരോക്ഷമായും മതസംഘടനകളും സമുദായ സംഘടനകളും കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തിയതിന്റെ നിരവധി അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് സ്വാധീനമുള്ള കേരള കോൺഗ്രസ് പാർട്ടികൾ 3 മുന്നണികളിലായി നിലകൊള്ളുന്നു. എന്നിട്ടും അവകാശങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിൽ കത്തോലിക്ക സഭ എത്തിയോ? എന്താണ് പുതിയ നീക്കത്തിലൂടെ സഭ ലക്ഷ്യമിടുന്നത്? സഭയുടേത് സമ്മർദ്ദ തന്ത്രമോ അതോ ഭീഷണിയോ? പരിശോധിക്കാം. സ്വാഗതം. എനിക്കൊപ്പം ചർച്ചയിൽ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റാണ് അദ്ദേഹം. ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, മാധ്യമപ്രവർത്തകൻ. ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ. ശ്രീ പി ശ്രീകുമാർ, BJP അനുകൂലി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ. ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ, അവകാശ സംരക്ഷണത്തിനായുള്ള ഒരു കൂട്ടായ്മ, ഒരു പ്രതിഷേധ പരിപാടി, യോഗമൊക്കെയാണ് നമ്മൾ ഇന്ന് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കണ്ടത്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന ഒരു പ്രഖ്യാപനവും കൂടി വരുന്നു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാതെ അവകാശ സംരക്ഷണം സാധ്യമല്ല എന്ന ഒരവസ്ഥയിലേക്ക് സഭ എത്തിയോ? നാളുകളായിട്ട് സഭയല്ല സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ അവഗണനകളെ ആവർത്തിച്ച് നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 3 വർഷത്തോളമായി ഇപ്പോ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് ഇപ്പോഴും അതിൽ അടയിരിക്കുന്ന ഒരു സംവിധാനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. 2008 കാലഘട്ടങ്ങളില് സച്ചാർ കമ്മിറ്റിയെ തുടർന്ന് പാലോളി കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് അത് ഗവൺമെന്റിന് സമർപ്പിച്ച് 7 മാസത്തിനുള്ളിൽ നടപ്പിൽ വരുത്താനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു, അതിന്റെ ശുപാർശകൾ. പക്ഷേ ഈ 3 വർഷമായിട്ട് സർക്കാരിന് സമർപ്പിച്ചുള്ള JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള അമാന്തം ഈ കത്തോലിക്ക സമുദായത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ നേൽ കാണിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും പിടികിട്ടാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് ആവർത്തിക്കുന്നത്, ക്രൈസ്തവ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഏതെങ്കിലും ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കരുത് എന്ന് ആവർത്തിച്ച് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചയായിട്ട് ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുന്ന സാഹചര്യങ്ങളാണ്. ഞാനിതിന് ഉദാഹരണം പറയാം. 80-20 സ്കോളർഷിപ്പ് നമ്മൾ എടുക്കുക. ന്യൂനപക്ഷങ്ങളുടെ 80-20 സ്കോളർഷിപ്പ് ന്യൂനപക്ഷ കമ്മീഷന് വിഭാവനം ചെയ്തത് സ്വാഭാവികമായിട്ടും അതിൽ അനീതി ഉണ്ട് എന്നുള്ള പറയുകയും ഹൈക്കോടതിയിൽ അതിനെതിരെ നമ്മൾ അപ്പീലിന് കേസിന് പോവുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് അനീതിപരമാണ്, അത് നീതിയുക്തമായി നടപ്പാക്കാനായിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് വീതിക്കണം. 80% മുസ്ലിം സമുദായത്തിന് 20% ബാക്കിയുള്ള 5 സമുദായങ്ങളും കൊടുക്കുന്ന ഒരു സംവിധാനം ശരിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ആ ഹൈക്കോടതി വിധിക്കെതിരെ 80-20 തന്നെ ഇവിടെ നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിക്കുകയാണ്. അപ്പൊ ആരോടുള്ള പ്രീണനമാണത്? അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിലുള്ള സ്നേഹം കൊണ്ടാണോ അത്? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. മറ്റൊരു നിരന്തരമായി നമ്മൾ പറയുന്ന പ്രശ്നമാണ് പട്ടയമുള്ള അടക്കമുള്ള ഭൂമികൾ പിടിച്ചെടുക്കാനായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉത്തരവിട്ടു. അതെടുക്കരുത്. പട്ടയ ഭൂമികൾ എന്ന് പറയുന്നത് ക്വസി ജുഡീഷ്യൽ സ്വഭാവമുള്ള ലാൻഡ് ട്രിബ്യൂണൽ കൊടുക്കുന്ന ആധികാരിക രേഖകളാണ്. അതുകൊണ്ട് പട്ടയ ഭൂമികൾ പിടിച്ചെടുക്കരുത് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ സർക്കാർ എന്താ ചെയ്തിരിക്കുന്നത്? സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിയെ മറികടന്നുകൊണ്ട് 2023 ജൂലൈ മാസത്തില് പട്ടയ ഭൂമികൾ വരെ വനം വകുപ്പിന് പിടിച്ചെടുക്കാമെന്ന ഒരു ബില്ല് കേരള ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അമെന്റ്മെന്റ് എന്ന പേരിൽ കൊണ്ടുവരികയും അത് പാസ്സാക്കി എടുക്കുകയും ചെയ്ത് ആക്ടായി വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആരാണ് ബുദ്ധിമുട്ടുന്നത്? 427ഓളം നമ്മുടെ പഞ്ചായത്തുകള് വാസ്തവത്തില് അതിർത്തി പങ്കിടുന്ന വനവുമായിട്ടാണ്. വനമേഖലയിൽ നിന്ന് എപ്പോഴും സ്വാഭാവികമായിട്ടും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വന്യമൃഗ ഭീഷണി നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ തന്നെ 2-3 കൊല്ലത്തിനുള്ളിൽ തന്നെ 1000ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, 10,000-കണക്കിന് ആളുകൾ അതിൽ പരിക്കേറ്റു, ഉപജീവനം നഷ്ടപ്പെട്ടു. ഇതെല്ലാം പറഞ്ഞിട്ട് ശരി, എന്തോ സാങ്കേതിക പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞു വരികയായിരുന്നു.
കേൾക്കാമോ ശ്രീ ചാക്കോ? ഇതിനു വേണ്ടി മതിയായ ഒരു തീരുമാനം എടുക്കാൻ നടപ്പിൽ വരുന്നത്. കേൾക്കാമോ? കേൾക്കാം, തുടർന്നോളൂ. അതുപോലെ തന്നെയാണ് വഖഫ് ആക്ട് അമെന്റ്മെന്റിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് സഭയും സമുദായവും പറഞ്ഞു, വഖഫ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലൂടെ നമ്മുടെ ഭരണഘടനാ ലംഘനം നടക്കുന്നുണ്ട്. കാരണം ഒരാളുടെ ഭൂമിയോ അവകാശങ്ങളോ മറ്റൊരു വഖഫ് ബോർഡ് അവകാശപ്പെടുകയാണെങ്കിൽ അതിനെതിരെ തെളിവുമായിട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ വഖഫ് ബോർഡാണ് അതിന്റെ അവകാശവാദത്തിന്റെ തെളിവുകൾ നിരത്തേണ്ടത്. പക്ഷെ ഇവിടെ ഉടമസ്ഥൻ തന്നെ ആരുടെ കയ്യിലാണോ മതിയായ രേഖകൾ അവർ തന്നെ ഇതിന് തെളിവുമായിട്ട് കോടതിയിൽ ചെല്ലണമെന്നുള്ള ഒരു നിബന്ധന അടക്കമുള്ള കാലഹരണപ്പെട്ട പഴഞ്ചൻ നിയമങ്ങള്, രാജ്യത്തെ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങള്, അതുപോലെ ഈ പരാതി കൊടുക്കുന്നത് അവരുടെ വഖഫ് ബോർഡിന്റെ ശരി, നിരവധിയായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് അവകാശ പ്രഖ്യാപന റാലി നടത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നൊരു പ്രഖ്യാപനം. ശ്രീ ചാക്കോ, വീണ്ടും എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ട് അവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ചാക്കോ, നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ അധികം ആവശ്യങ്ങൾ പെൻഡിംഗ് ആണ്, അല്ലെങ്കിൽ അതിൽ അനുഭാവപൂർണ്ണമായ സമീപനം ഉണ്ടാകുന്നില്ല എന്ന ഒരു പരാതിയുണ്ട്. അത് മനസ്സിലാകുന്നു, അത് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അതിനപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണമാണ് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള പോം വഴി എന്ന നിലയിലേക്ക് എത്തുന്നത്. എന്താണ് അതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? അതിനാണ് ഞാൻ മറുപടി പറയാൻ പോകുന്നത്. ക്രൈസ്തവ സമുദായം എന്ന് പറയുന്നത് അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ നിഷേധിച്ചാലും നീതി നിഷേധിച്ചാലും ശരി, അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇതിനെതിരെ പ്രക്ഷോഭമായിട്ട് പോയില്ല. പക്ഷെ എന്ത് സംഭവിക്കുന്നു? ആവർത്തിച്ചത് ആവശ്യപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കാതെ വരുമ്പോ സ്വാഭാവികമായിട്ടും സമുദായം ചിന്തിക്കുകയാണ്, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് രാജ്യനീതി നടപ്പിലാക്കി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നീതി നടപ്പാക്കി കിട്ടുന്ന എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കും രാഷ്ട്രീയമായി സംഘടിക്കുകയും ആ തരത്തിൽ നീതി നടപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി ആളുകളെ ഈ പറയുന്ന ഭരണ സംവിധാനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു സമുദായത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് 107 വർഷം പഴക്കമുള്ള സമുദായമാണിത്. ഈ ക്രൈസ്തവ സമുദായത്തിന്റെ കത്തോലിക്ക കോൺഗ്രസ് സംഘടന 107 വർഷം പഴക്കമുള്ള സമുദായ സംഘടനയാണ്. ആ സമുദായ സംഘടനയുടെ ഈ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് നന്മ പൊതുസമൂഹത്തിനും രാജ്യത്തിനും സമുദായത്തിനും ഉണ്ടായിട്ടുണ്ട്. ആ നന്മകള് ശരി, താങ്കൾ പ്രാഥമികമായി അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് രണ്ടാം ഘട്ടത്തിലെത്താം. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നത് PCR-ൽ നിന്ന് ശ്രമിക്കുകയും ചെയ്യും. ശ്രീ പി ശ്രീകുമാർ, ഇനി വോട്ട് ബാങ്കായി നിൽക്കാൻ താല്പര്യമില്ല എന്നതാണ് സഭാപ്രതിനിധികൾ പറയുന്നത്. ഇന്ന് ബിഷപ്പും അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. അതിന് പകരം തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അങ്ങനെ അത് നേടിയെടുക്കാനുള്ള പോരാട്ടം നടത്തുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നു. ഇതിപ്പോൾ ചാക്കോ അക്കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ കേരള രാഷ്ട്രീയം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് ഉന്നമിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് കാണാം. ഇങ്ങനെ ഒരു തീരുമാനം സഭ എടുക്കുകയാണ് എങ്കിൽ അവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. അത് JB കമ്മീഷൻ റിപ്പോർട്ട് മുതൽ സ്കോളർഷിപ്പ്, ഏറ്റവും ഒടുവിൽ വഖഫ് വരെ എത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ തട്ടി രാഷ്ട്രീയ പാർട്ടികളുമായി ഉടക്കിലാണ് സഭ. ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് കോട്ടമുണ്ടാക്കുന്നത് ആർക്കൊക്കെയായിരിക്കും? ശ്രീകുമാർ, എന്നോടാണോ? അതെ, പി ശ്രീകുമാർ എന്നാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. സോറി N ശ്രീകുമാർ. അതായത് ക്രൈസ്തവ സഭയുടെ 2 മെത്രാന്മാരില് ഒരു മെത്രാൻ എന്ന് പറഞ്ഞത് വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമായ സംവിധാനം ഉണ്ടാക്കേണ്ടി വരുമെന്നാണ്. രാഷ്ട്രീയമായ സംവിധാനം എന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൽ നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടി പിറക്കുമെന്ന് നമ്മളാരും കരുതുന്നില്ല. കാരണം സമുദായാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണം കേരളത്തിൽ പരാജയപ്പെട്ടതാണ്. പഴയ കാലത്ത് കർഷക തൊഴിലാളി പാർട്ടിയുടെ ഒരു നായകനായിരുന്നു ഫാദർ ജോസഫ് വടക്കനച്ചൻ. പിന്നീട് സഭയുമായി മല്ലടിച്ച് പുറത്തുപോയി. പിന്നീട് ആ പാർട്ടി KTP എന്ന പാർട്ടി ഇല്ലാതായി. അച്ഛൻ പിന്നെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം കേരള കോൺഗ്രസുകൾ ഉണ്ടായി.
അതിലെ ക്രിസ്ത്യൻ നായർ ആ ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടുവരുന്നത് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ ഭൂരിപക്ഷവും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടതാണ്. PT ചാക്കോയായിരുന്നു. ചാക്കോ അല്ല കേരള കോൺഗ്രസ് ഉണ്ടാക്കിയെങ്കിലും അതിന്റെ ഒരു ഹേതു, ഒരു കാരണം അദ്ദേഹത്തിന്റെ ആ കോൺഗ്രസ് നിന്നുള്ള രാജിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കേരള കോൺഗ്രസ് ഉണ്ടായി. ആ കേരള കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. എത്ര കേരള കോൺഗ്രസ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയണമെന്ന് തന്നെയില്ല. രാഷ്ട്രീയം കൃത്യമായി അറിയുന്നവർക്ക് അതും അറിയുള്ളൂ. അതിനുശേഷം NSS അവരൊരു നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കി. അവർ മന്ത്രിസഭയിൽ അംഗമായി, മന്ത്രിമാരുണ്ടായി, 2 or 3 മന്ത്രിമാരുണ്ടായി. SNDP യോഗം SRP സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന സംഘടന ഉണ്ടാക്കി, മന്ത്രിസ്ഥാനം പങ്കിട്ടു. അങ്ങനെ സംഭവിച്ചു. അതൊന്നും ഇന്നില്ല. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ് പാർട്ടി, BJP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ഘടകകക്ഷികൾ, ഇതൊക്കെ ഉള്ള ഒരു മുന്നണി രാഷ്ട്രീയം പ്രബലമായ കേരളത്തില് കത്തോലിക്ക സഭയ്ക്ക് പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ നടക്കില്ല. പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സഭയിലെ സമുദായ അംഗങ്ങൾക്കെല്ലാം നല്ല രാഷ്ട്രീയമുണ്ട് കേരളത്തില്. ഇപ്പോഴത്തെ ക്രൈസ്തവ സഭയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഭരണ സംവിധാനം ഇല്ലാതെ പോയി. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും. ഇപ്പൊ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ ഈ സഭയ്ക്ക് വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ UDF ഭരിക്കുമ്പോഴും വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം സഭയുടെ അധിപന്മാർക്ക് കോൺഗ്രസിനോട് താല്പര്യമുള്ളവരായിരുന്നു. മാത്രവുമല്ല, ന്യൂനപക്ഷ സംവിധാനത്തെ കൃത്യമായി പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നത് കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂരിലത്തെ ഡോക്ടർ ജോസഫ് കുണ്ടുകുളം എന്ന ആർച്ച് ബിഷപ്പിനെ ആർക്കും മറക്കാൻ കഴിയില്ല. ഡോക്ടർ കുണ്ടുകുളം നടത്തിയ സമരം, അതായത് നമ്മളുടെ ഈ വിദ്യാഭ്യാസ സമരം, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. AK ആന്റണി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ആന്റണി ഗവൺമെന്റ് കോളേജ് തുടങ്ങിയപ്പോൾ അന്തോണി വിലാസം കോളേജ് എന്ന് പരിഹസിച്ച് അങ്ങനെ മുദ്രാവാക്യം വിളിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നു ബിഷപ്പ് കുണ്ടുകുളം. ആ ബിഷപ്പ് കുണ്ടുകുളം പിന്നീട് ആ പിതാവ് കോൺഗ്രസുമായിട്ടും K കരുണാകരനുമായിട്ടും ഒക്കെ ഏറെ അടുത്തിടപഴകി കോൺഗ്രസിനെ സഹായിച്ചു വന്നു. അപ്പൊ ഇത് സഭയ്ക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്നെനിക്ക് ഞാൻ കരുതുന്നില്ല. ചില സംവിധാനത്തിൽ അവർക്കുണ്ടാകാവുന്ന ക്ഷതങ്ങളുണ്ട്. ആ ക്ഷതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന വികാരം, അതിന്റെ ഭാഗമാണിത്. ഇപ്പോ ഈ സഭാപിതാക്കന്മാർക്ക് അവഹേളനം നേരിട്ടൊരു ഘട്ടം ഉണ്ടായിരുന്നു ഇല്ലേ? പല നേതാക്കളിൽ നിന്നും, പ്രത്യേകിച്ച് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നൊക്കെ വളരെ അവഹേളനം അവർ നേരിട്ടിരുന്നു. ചില പ്രത്യേക പേരുകൾ അവരെ വിളിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായൊരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം സംവിധാനം മുഴുവൻ മാറി, രാഷ്ട്രീയ സംവിധാനം ആകെ മാറി. സഭയ്ക്ക് ഏറെ താല്പര്യമുള്ള, സഭയോട് വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന കോൺഗ്രസ്, UDF കേന്ദ്രത്തിലും കേരളത്തിലും ഇല്ലാത്തൊരവസ്ഥ വന്നു. ഇപ്പൊ ഇവിടെ ഇന്നത്തെ മിക്കവാറും ചാനലുകളിലൊക്കെ ചർച്ച ഈ ക്രൈസ്തവ സഭ, വഖഫ് ബോർഡ്, അതുപോലെ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ തന്ന ലേഖനമൊക്കെയാണ്. എന്നിട്ടും നമ്മുടെ സഭാ നേതൃത്വം എന്തുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന BJPയോട് ഇത്ര താല്പര്യം കാണിച്ചതെന്ന് ചോദിച്ചാൽ അതൊരു നിസ്സഹായാവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നോക്കൂ, ജബൽപൂർ സംഭവം നിസ്സാരമാണോ ചാനലിൽ കാണുന്നത്? അത് മാത്രവുമല്ല, RSSന്റെ മുഖപത്രത്തിൽ വന്ന ലേഖനത്തിലെ ക്രൈസ്തവ സഭയുടെ സ്വത്തിനെ കുറിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലേഖനം അവർ പിൻവലിച്ചതായിട്ടാണ് വാർത്ത. ഞാൻ ലേഖനം കണ്ടിട്ടില്ല. അത് പിൻവലിച്ചതുകൊണ്ട് എനിക്കത് പിന്നീട് എടുത്ത് കാണാനും പറ്റിയില്ല. അപ്പൊ അങ്ങനെ ലേഖനം എഴുതി. അപ്പൊ അന്ന് UDF 2 ആഴ്ച മുമ്പ് പറഞ്ഞു, UDF മാത്രമല്ല പല ഇടതുപക്ഷ കക്ഷികളും പറഞ്ഞു, വഖഫ് ബില്ലിലെ സഭ ഇങ്ങനെ മുനമ്പം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു താല്പര്യം കാണിച്ചാൽ അത് നാളെ ന്യൂനപക്ഷങ്ങളുടെ ഭിന്നിപ്പിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അത് ആ ഭിന്നിപ്പിന്റെ ഒരു സൂചനയായിട്ട് ഈ ലേഖനത്തെ വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അത് മാത്രമല്ല, ജബൽപൂർ സംഭവം, മണിപ്പൂർ സംഭവം, ഇതൊക്കെ നടക്കുമ്പോഴേ BJPയുടെ നേതാക്കളും അതുപോലെ കേന്ദ്രമന്ത്രിമാരും ഒക്കെ സഭ ആസ്ഥാനങ്ങളിലൊക്കെ എത്തുകയാണ്. പക്ഷെ സഭ അവരെ സ്വീകരിക്കുന്നു. ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സഭാ നേതൃത്വത്തിന്റെ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയെക്കുറിച്ച് നമ്മുടെ ഈ സമകാലിക രാഷ്ട്രീയം കാണിക്കുന്നുണ്ട്. അത് കാരണം പലതും കാണുമായിരിക്കാം. പക്ഷെ എന്തായാലും അത്തരത്തിലുള്ള ഒരു ഇപ്പൊ JB കോശിയുടെ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇന്ന് ഇന്ത്യൻ പറഞ്ഞത്. അദ്ദേഹം പറയാൻ കാരണം ആ വയനാട് ഭാഗത്തുള്ള മൃഗശല്യവും കാട്ടാന ശല്യവും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രാദേശിക വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാവുന്ന ഒരു വികാരം ഒരു പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഇപ്പൊ സഭയുടെ തന്നെ അല്ല, സമുദായത്തിലെ തന്നെ പ്രബലരാണ് UDFലും LDFലും ഉള്ള നേതാക്കള്.
BJP തന്നെ ക്രൈസ്തവ നേതാക്കൾ എത്തിയെങ്കിൽ പോലും ഇന്ന് PC ജോർജിന്റെ പ്രസ്താവനയുണ്ട് ജബൽപൂരിനെ സംബന്ധിച്ച്. അപ്പൊ ആ പ്രസ്താവന അദ്ദേഹം ക്രൈസ്തവ സഭയുടെ സഭയിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരാളാണെങ്കിലും അദ്ദേഹം കേരള കോൺഗ്രസ് നിന്നപ്പോ അങ്ങനെ പറയില്ലല്ലോ. ഇന്നിപ്പോ BJP ഒരാളായപ്പോ അദ്ദേഹം പറയുകയാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് സഭാ പിതാക്കന്മാരിലെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു സുരക്ഷ കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. കാരണം സുരക്ഷ തരുമെന്ന് പറഞ്ഞവർ അഖിലേന്ത്യാ തലത്തിൽ ഒരു നിലപാടും കേരളത്തിൽ വേണ്ട നിലപാടും കാണിക്കുകയാണ്. അത് ചോദ്യം ചെയ്യാൻ പോലും സഭയ്ക്ക് പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയില് ആകെ ഒരു അരക്ഷിത ബോധം ഉണ്ടാകുമ്പോൾ പറയുന്ന ഒരു കാര്യമായിരിക്കാം അത്. എന്തായാലും സഭ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സഭാ നേതൃത്വം അവരെ നിരാശരാണ്. ആ നിരാശ അവരെ കൊണ്ടെത്തിക്കുന്നത് പാർട്ടി രൂപീകരണത്തിലേക്കല്ല വേണ്ടത്. അവര് രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് ആരാണോ അവരെ ഇത്രയും കാലം സഹായിച്ചത് ആ സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആ സംവിധാനത്തെ ബലപ്പെടുത്തുകയുമാണ് വേണ്ടത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ ഒരു പരിധിവരെ കാണാൻ അവർക്ക് കഴിയും. വഖഫിനെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെട്ടത് അപരാധമായി ചിലർ ചിത്രീകരിക്കുന്നു എന്ന് ഇന്ന് പാംബ്ലാനി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്നു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന കാര്യവും പറയുന്നു. പിന്നെ ചില നേരം വെളുക്കാത്തവരാണ് ചില കാര്യങ്ങളിൽ ഞങ്ങളുടെ മാത്രം അവകാശം മാത്രമാണ് കവരുന്നത് എന്ന് ബഹളം വെക്കുന്നത് എന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കമൊന്നുമല്ല എന്നാണ് ശ്രീകുമാർ പറഞ്ഞു വെക്കുന്നത്. ശരിയായ രാഷ്ട്രീയം, അവർക്കൊപ്പം നിന്നത് ആര് എന്ന് കണ്ടെത്തി ഉള്ള നിലപാട് സഭ സ്വീകരിക്കണം എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല, പരിഹരിക്കപ്പെടുന്നില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നൊരു വിഷയം. അതിനകത്ത് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് സംസ്ഥാന സർക്കാർ തന്നെ ആണ്. വഖഫ് വിഷയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ, പിന്നീട് സ്കോളർഷിപ്പിന്റെ അനുപാതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂല സമീപനം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെയാണ് ചൂണ്ടുന്നത്. സർക്കാരിന്റെ ഭാഗമായി തന്നെ ഒരു കേരള കോൺഗ്രസ് ഉണ്ട്. അവിടെ നിന്ന് പോലും അവർക്ക് അനുകൂലമായ യാതൊരു തരത്തിലുമുള്ള സമീപനം ഉണ്ടാകുന്നില്ല എന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിൽ ചിന്ത സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു നീക്കം അത് ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഉള്ളതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ മാത്രമാണോ അതിനെ നോക്കിക്കാണുന്നത്? അല്ല രേണുക, എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ ഈ സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഈ കത്തോലിക്ക സമൂഹത്തിൽ അതിന്റെ കൂട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങളെ 1 മണിക്കൂർ സമയം ഇതുപോലത്തെ തമാശയ്ക്കായിട്ടൊരു ചർച്ചയ്ക്ക് നിങ്ങൾ സമയം കളയാവോ? എത്ര വാലിഡിറ്റി ഉള്ളൊരു സമയം നിങ്ങളുടെ ഈ ന്യൂസ് 18 എന്ന് പറയുന്നത്. ഇന്നത്തെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക പത്രത്തിന്റെ പിന്നെ മുഖപ്രസംഗം ഒന്ന് വായിച്ചിട്ട് വേണമായിരുന്നു ഈ പറയുന്ന ഈ ചർച്ച പങ്കെടുക്കുന്ന വ്യക്തി ക്രിസ്ത്യൻ സമൂഹത്തിനെ മൊത്തം പ്രതികരിക്കണം ആവശ്യപ്പെട്ട വ്യക്തിയും ഈ 2 ബിഷപ്പ്മാരും അഭിപ്രായം പറയാം. അതുകൂടാണ്ട് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവ് കാര്യങ്ങൾ പറയുന്ന ഔദ്യോഗിക വക്താവ് ഇതിന് മുൻപത്തെ ദിവസങ്ങളിലും ദീപിക മുഖപ്രസംഗം എഴുതിയിരുന്നു. തടയാനാണ് നിങ്ങൾ ശ്രമമാണെന്നുണ്ടെങ്കിൽ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിവായി പോകും. നിങ്ങൾ ഇത്രയും നേരം ആരെ തടസ്സപ്പെടുത്തില്ല. ന്യൂസ് 18 സ്ഥിര അജണ്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വഴക്കത്തില്ല. ഉള്ള കാര്യം ആദ്യം പറയാം. ഇതിന് യഥാർത്ഥ മറുപടി പറയണ്ടോ ഞാനാ, കാരണം ഇവർ വെല്ലുവിളിച്ചിരിക്കുന്ന കേരള സർക്കാരിനെ. അപ്പൊ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടാണ് നിങ്ങൾ ഇരുത്തുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ടു കണ്ടിന്യൂ. ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. ഇവര് ഇപ്പോൾ ഈ വെല്ലുവിളിച്ചിരിക്കുന്ന ഡൽഹിക്ക് നോക്കിയാൽ വെല്ലുവിളിക്കട്ടെ. ഇന്ത്യയിൽ 80 ലക്ഷമാണ് കത്തോലിക്കര്, അതായത് 1% താഴെ ഉള്ളൂ. ലോകത്തിൽ 160 കോടി കത്തോലിക്കരുണ്ട്. ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്ക സമൂഹം ഭീഷണി നേടുന്നത് എവിടെയാണെന്ന് ചൈനയിലോ സിറിയയിലൊന്നും അല്ല, ഇന്ത്യയിലാണ്. ജനാധിപത്യ മതേതര രാഷ്ട്രമെന്ന് ഭരണഘടന എഴുതി വയ്ക്കുന്ന ഈ മഹാരാജ്യത്താണ് ഈ കത്തോലിക്ക സമൂഹം ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസത്തിനുള്ള കഥകൾ മാത്രം പറയാം, ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല. ജബൽപൂർ എന്നാണ് സംഭവം. അതിലൊരു അച്ഛനെ ഞാൻ ഫോൺ ചെയ്തോളാം. ജബൽപൂർ സംഭവിച്ചത് എന്താണ്? മധ്യപ്രദേശിലെ ജബൽപൂരില് ക്രിസ്ത്യൻ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിന്റെ എല്ലാ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ എത്യോപ്യ പോലുള്ള രാജ്യങ്ങൾ ഒഴിച്ചുള്ള അവിടുത്തെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. കാരണം അവിടുത്തെ ഒരു ഈസ്റ്റർ ഞാൻ പങ്കെടുത്തതാണ്. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലെയും ഈസ്റ്ററിനുള്ള 50 നോമ്പ് ദിവസവും ഈസ്റ്ററിനെയും ക്രിസ്തുവിന്റെ പിന്നെ കുരിശുമരണത്തെ അനുസ്മരിക്കാൻ നോമ്പ് തോറ്റ് കത്തോലിക്കരുടെ ഏറ്റവും വിശുദ്ധ ദിനങ്ങളെ കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിച്ച ചർച്ചകളിലൊക്കെ കത്തോലിക്ക വിശ്വാസികളില് നിരന്തരമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ തീർത്ഥാടനം നടത്തുന്ന പതിവാണ് ലോകം മുഴുവനും. അപ്പോൾ ജബൽപൂരിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായ
ആ പള്ളിയിൽ അവിടെ തീർത്ഥാടകരായ വന്ന 150ഓളം ക്രിസ്ത്യൻ സമൂഹത്തിനെയും പ്രാർത്ഥന നയിച്ച അവിടുത്തെ ഒരു അച്ഛനെയും ക്രൂരമായിട്ട് അവർ മർദ്ദിക്കുമായിരുന്നു. ഇതറിഞ്ഞ ജബൽപൂർ രൂപതയുടെ വികാരി ജനറൽ തൃശൂർ സ്വദേശിയായ ഈ രണ്ടച്ഛന്മാരും മലയാളികളാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വീഡിയോ ചിത്രീകരണത്തിനിടയിൽ പോലും പച്ചയ്ക്ക് ഇടിക്കുമായിരുന്നു ആ വൈദികരുടെ. ഇന്ന് നിങ്ങൾക്ക് വേറൊന്നും അറിയണോ? അത്ര ആളുകൾ കൂടി ഈ വൈദികരെ ക്രൂരമായി മർദ്ദിച്ചു, നിങ്ങൾ അവഹേളിച്ചു, ആ പള്ളിയിൽ കയറി അതിക്രമം നടത്തി. എന്നിട്ട് ഒരൊറ്റ വ്യക്തിയുടെ പേരിൽ പോലും ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല? ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയല്ലേ ഇത്. IS തീവ്രവാദികളുടെ കയ്യിലുള്ള സിറിയൊന്നുമല്ലല്ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളെ 21ാം നൂറ്റാണ്ടിൽ കൊന്നു കുഴിച്ചു മൂടി കഴുത്ത് വെട്ടി കൊന്നത് സിറിയയിലാണ്. 3,40,000 ഉണ്ടായിരുന്ന അസിറിയൻകാരിൽ ഏതാണ്ട് ഇനിയിപ്പോ 40 അസിറിയൻ ക്രിസ്ത്യൻസിൽ, അത് കത്തോലിക്കൽ 40,000 പേര് അവിടെ അവശേഷിക്കുള്ളൂ. 1.5 ലക്ഷം പേര് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി. ബാക്കി എല്ലാത്തിനെല്ലാം കൊന്നു കളഞ്ഞു. വിഷ്വൽസ് എല്ലാം നമ്മൾ കണ്ട. ഇനി രണ്ടാമത്തത് ഒന്നുകൂടെ പറയാം. അതായത് ഒഡീഷയിൽ സംഭവിച്ചെന്താണ്? ഒഡീഷയിൽ ഇതുപോലെ തന്നെ ജോഷി ജോർജ് എന്ന് പറയുന്ന കുറവലക്കാടുകാരനായ ഒരു വന്ധ്യവൈദികൻ പുരോഹിതനും അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായ ദയാനന്ദൻ എന്ന് പറയുന്ന അച്ഛനും ഇതുപോലെ തന്നെ അവിടെ പ്രാർത്ഥന നടത്തുമ്പോൾ 300 ഒഡീസ എന്നുള്ള പോലീസുകാരോട് എരച്ചു കയറി ഈ വൈദികരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അതിൽ ദയാനന്ദൻ എന്ന് പറയുന്ന സഹവികാരിയുടെ നട്ടൽ ഒടിഞ്ഞിരിക്കുകയാണ്, തോളൽ ഒടിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ സമയത്തിനുള്ളിൽ നിന്ന് വിശദീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും സഭ അറിയുന്നുണ്ട്. അല്ലെങ്കിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നേരിടുന്ന ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, വഖഫിൽ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, ഇതൊന്നും ക്രൈസ്തവ സമൂഹത്തിന് നേരെ മാത്രം ഉണ്ടാകുന്നതല്ല. അവിടങ്ങളിലുള്ള വിഷയങ്ങൾ അവർ അതിന് പ്രതികരിക്കും. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് നീതി നിഷേധം നേരിടുമ്പോൾ അവർ അതിനെതിരെയും പ്രതികരിക്കുന്നു. അത് ഗതികേട് കൊണ്ടാണ് സമരത്തിൽ ഇറങ്ങേണ്ടി വരുന്നതെന്നാണ് ജോസഫ് പാംബ്ലാനി ഇന്ന് പറയുന്നത്. അത് ജോസഫ് പാംബ്ലാനിയുടെ മറുപടിക്ക് തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? നിങ്ങൾ എന്തിനത് പറയിപ്പിക്കാൻ? ഇപ്പോൾ ഈ കറണ്ടായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. ആരുടെയെങ്കിലും പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓർഗനൈസ് എന്ന് പറയുന്ന RSSന്റെ BJPയുടെ മുഖപത്രം ഇന്ന് ശ്രീമാർ സാർ അത് എടുക്കാൻ വരുന്നത് എന്റെ ഉണ്ട് അതിന്റെ കോപ്പി. അത് ലോകം മുഴുവൻ വ്യാപിച്ചു. അന്തർദേശീയ ഓൺലൈൻ മാധ്യമങ്ങളിലെ റിപ്പോർട്ടാ. നിങ്ങൾക്കറിയോ? അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? വഖഫ് ബില്ല് ഞങ്ങൾ പാസ്സാക്കി. ഇന്ത്യയിൽ സർക്കാരെതിരെ വെളിയിലുള്ള ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണ്. കാത്തലിക് കമ്മ്യൂണിറ്റിക്കാണ് 11,000 ഏക്കർ. ഇതിന് രേഖകളുണ്ടോ? ഏറ്റവും കൂടുതൽ സമ്പത്ത് കൈവരിച്ചിരിക്കുന്നവരാണ്. ഇവരാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അതിക്രമം നടത്തുന്നവര്. ഇവരെ ഞങ്ങൾ പൂട്ടും, ഞങ്ങളിത് തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞ ആരെന്നറിയോ? BJPയുടെ മുഖപത്രമാണ് ഈ പറയുന്ന ഓർഗനൈസ് എന്ന് പറയുന്നത്. അന്തർദേശീയ സ്ഥലങ്ങളിൽ വിമർശനം ഉണ്ടായപ്പോൾ അവരെ പിൻവലിച്ചു. എവിടുന്നാ? അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ള. പക്ഷെ അത് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ആ സമയത്താണ് തിരുവാമ്പാടിയിലെയും തലശ്ശേരിയിലെ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള 2 ബിഷപ്പുമാര് അല്ലെങ്കിൽ അവര് ഞങ്ങൾ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞപ്പോ രംഗത്തിറങ്ങിയാൽ കത്തോലിക്ക സമൂഹത്തിലെ മനുഷ്യര് വിദ്യാഭ്യാസം വിവരമുള്ളവരാ. ഇവർക്കൊന്നും ആരും കൂട്ടുനിൽക്കത്തില്ല. അത് വളരെ ചങ്കൂറ്റത്തോടെ ഞാൻ പറയുക. വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ എന്താണ്? ഒരു ന്യൂനപക്ഷ സമുദായത്തിന്റെ സമ്പത്ത് മുഴുവൻ തിരിച്ചു പിടിക്കാനായിട്ട് ഇവർ കൊണ്ടുവന്നൊരു ബില്ലിനെ ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തിൽപ്പെട്ടവർ അംഗീകരിക്കണോ? അത് നിങ്ങൾ പറയും. അതിനകത്തുള്ള തെറ്റായ കാര്യങ്ങൾ ഞാൻ വിമർശിച്ചിട്ടുള്ള ആളാ ഈ വഖഫ് ബില്ലിനെതിരെ. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. BJPയുടെ അച്ചാരം മേടിച്ചുകൊണ്ട് കേരളത്തിലെ കത്തോലിക്കരെ കുഞ്ഞാടുകളെ പോലെ ആട്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബിഷപ്പ് പറയുന്നില്ല. അങ്ങനെ ബിഷപ്പ്മാര് പറയുന്നൊന്നും കേട്ടൊന്നുമല്ല ഞാൻ ഉൾപ്പെടെയുള്ള പ്രബുദ്ധമായ സമൂഹം വോട്ട് ചെയ്യുന്നത്. കേരളത്തിലേക്ക് സർക്കാർ അല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അണ്ടറിൽ ഇവർക്ക് സുരക്ഷിതത്വം ഉണ്ടോ ഈ കത്തോലിക്ക സമൂഹത്തിന്? നിങ്ങൾക്ക് കർണാടകയിൽ പോയി ബൈബിൾ പിടിച്ച് നടക്കാൻ പറ്റുമോ? മധ്യപ്രദേശിൽ ക്രിസ്മസ് ആഘോഷം നടക്കുവോ? ഛത്തീസ്ഗഡിലെ മാതാവിന്റെ അവിടുത്തെ തീർത്ഥാടന കേന്ദ്രമായി 10,000 സന്ദർശിക്കുന്ന ഒരു മാതാവിന്റെ ഗ്രോട്ടയിൽ ആ മാതാവിനെ കൊടുവാള് അല്ല ഇത് അടിച്ചു തകർക്കുന്ന വിഷ്വല് ഞാൻ ഇന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തത്? പറയൂ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇന്ത്യയിൽ ഞങ്ങൾക്ക് സുരക്ഷിതമില്ല എന്ന് പറഞ്ഞ ആരാന്നറിയോ? പറഞ്ഞിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവാ. ഞാൻ അദ്ദേഹത്തോട് ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഇന്ന് ഔദ്യോഗിക വക്താവ്. ഇവരെ ആരെ ഔദ്യോഗിക വക്താക്കളാക്കിയിരിക്കുന്നത്? ഈ പറയുന്നത് കത്തോലിക്ക സഭയുടെ മഹത്വങ്ങളായിട്ട് ആരാണ് ഇവരെ നിശ്ചയിച്ചിരിക്കുന്നത്? സഹികെട്ട് ഇവരെ കൊണ്ട്. ഇവര് കേരള ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നത് എങ്ങനെയാ? എന്തർത്ഥത്തിൽ അവര് കേരള ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നത്? ഇവരെന്താ വിചാരിച്ച ഈ രാജ്യത്ത് സുരക്ഷിതയില്ല എന്ന് വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് ദീപിക പത്രം. ഇവിടെ ഓരോ ദിവസവും ഈ രാജ്യം മുഴുവനും അട്രോസിറ്റികളുടെ പരമ്പരകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നടക്കുമ്പോഴത്തേക്കും കേരള സർക്കാർ സുരക്ഷിതമായിട്ട് ഇവർക്ക് വാവ് വാങ്ങുന്ന പോലും
അവസരമുള്ളത് ഈ കേരളത്തിലേ ഉള്ളൂ. എന്നിട്ട് കേരള ഗവൺമെന്റിനെതിരെ ഇവർ കൊടി പിടിക്കുക. അതിന്റെ അർത്ഥം എന്താ? BJP-യെ ഭയന്ന്, വല്ല ED മരുന്ന് പറഞ്ഞ് ഭയന്ന് BJP-യുടെ അച്ചാരം വാങ്ങിച്ചോണ്ട് ചുമ്മാ 1-2 ബിഷപ്പ്മാർ ഇറങ്ങിയാണെന്നുണ്ടല്ലോ. കേരളത്തിലെ കത്തോലിക്കിന് പൊറുക്കിയല്ല, ലോകത്തിലെ കത്തോലിക്കിന് പൊറുക്കത്തില്ല. നിങ്ങൾക്കറിയോ, ലോകത്തിലെ ഞാൻ ഉൾപ്പെടെ കത്തോലിക്ക സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആരാധനായ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണെന്നറിയോ? ആരാധനായ മാർപ്പാപ്പയാണ്. 11 വർഷമായിട്ട് അദ്ദേഹം 3 തവണ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടു. മോദി അവിടെ സന്ദർശിപ്പ് ആവശ്യപ്പെട്ടു. ഐ നീഡ് ടു വിസിറ്റ് ഇന്ത്യ. എനിക്ക് ഇന്ത്യയിൽ സന്ദർശിക്കേണ്ട ആവശ്യമുണ്ട് എന്നാ പറഞ്ഞത്. അവസരം ഉണ്ടായി കൊടുത്തിട്ടില്ല ഇതുവരെ. ചുറ്റും സുരക്ഷിതമില്ലാത്ത ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും അദ്ദേഹം പോയി. ഇന്തോനേഷ്യ, ശ്രീലങ്ക, മ്യാൻമാർ. നിങ്ങൾക്കറിയോ, ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടില്ല. ആരാ കൊണ്ടുവരായിരുന്നത്? പിണറായി വിജയനാണോ കൊണ്ടുവരുന്നത്? നിങ്ങൾ പറയൂ, ഈ ജീവിച്ചിരിക്കുന്ന പരിശുദ്ധനായ മാർപ്പാപ്പ ഈ രാജ്യത്ത് കൊണ്ടുവരുന്നതില് മുഖം തിരിച്ചിരിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യ ഭരിക്കുന്നത്. കത്തോലിക്കരുടെ സ്വത്തുകൾ, അത് ആദ്യം അവർ വഖഫ് ബില്ലിലൂടെ ഇസ്ലാം സമൂഹത്തിന്റെ സ്വത്തുകൾ പിടിക്കാൻ. പക്ഷേ ഇവിടെ ഉയർത്തിക്കാട്ടുന്നത് ജീവൽ പ്രശ്നങ്ങളാണ്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ സംവിധാനത്തിന് മുന്നിലാണ് തുറന്നു കാട്ടപ്പെടേണ്ടത്. അതിനായുള്ള പോരാട്ടം നടത്തേണ്ടത് ഇവിടെയാണ്. അങ്ങനെ ഒരു പോരാട്ടത്തിന്റെ പോർമുഖത്താണ് സഭ ഇപ്പോൾ ഉള്ളത് എന്നതാണ് ബിഷപ്പുമാർ വിശദീകരിക്കുന്നത്. നമുക്ക് തിരിച്ചെത്താം. ഇങ്ങനെ സമുദായത്തിന്റെ, മതത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വേരോട്ടം ഇല്ല എന്ന് പല തവണ തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മാറുന്ന സാഹചര്യത്തിൽ ഇവിടെ സാഹചര്യം മാറുന്നു എന്നത് തന്നെയാണ് സഭാ നേതൃത്വവും വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം കേരളത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടാം ഘട്ടത്തിൽ, ഇടവേളയ്ക്ക് ശേഷം. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ, മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് എന്തിന് എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. നോക്കൂ, നമുക്കറിയാം നേരത്തെയും ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില വിഷയാധിഷ്ഠിതമായ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കിയതിനപ്പുറം ഒരു വേരോട്ടം കേരള മണ്ണിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സമുദായ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. അപ്പോൾ അത്തരമൊരു നീക്കം അത് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ഒരു ചോദ്യം പ്രധാനമാണല്ലോ. ഇപ്പോൾ അത് പറഞ്ഞ്
ഇപ്പോഴുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഞങ്ങൾ വോട്ട് ബാങ്കായി നിന്ന് തരത്തില്ല, നിങ്ങൾക്ക് തീരെഴുതിയതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മർദ്ദം ചെലുത്തുക, അതിലൂടെ നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇതിന് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾക്കുണ്ടോ? ഈ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന മറുപടി പറയുന്ന റെജി ലൂക്കോസ് സഹോദരനോടും അദ്ദേഹത്തെ ഒരു കാര്യം പറയാനുണ്ട്. ഈ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവ് ഞാൻ സംസാരിക്കുമ്പോ താങ്കൾക്ക് സമയം അനുവദിക്കും. ഞാൻ സംസാരിക്കാൻ അനുവദിക്കുക. ആങ്കർ ശ്രദ്ധിക്കുക. നമുക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകണ്ട. അദ്ദേഹം പറയട്ടെ ശ്രീ റെജി ലൂക്കോസ്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക വക്താവായി എന്നെ നിയമിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല, മറിച്ച് ഇവിടുത്തെ സീറോ മലബാർ കത്തോലിക്കാരുടെ വ്യക്തമായിട്ടൊരു പുരോഗതിനുണ്ട്. താങ്കളുടെ വിജ്ഞാനം എന്ന് പറയുന്നത് ശരി, വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട ശ്രീ റെജി ലൂക്കോസ്. ദയവായി താങ്കൾ നടങ്ങൂ. ശ്രീ ചാക്കോ പറഞ്ഞോളൂ. താങ്കളൊന്ന് നിശബ്ദനാകൂ, സംസാരിക്കാൻ അനുവദിക്കൂ. ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹം ഔദ്യോഗിക വക്താവാണ്. അദ്ദേഹം അതിനെ പ്രതിനിധീകരിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ആ പ്രസക്തിയുമുണ്ട്. താങ്കൾ ദയവായി ക്ഷമിക്കൂ, അദ്ദേഹം പറയട്ടെ. ഒരു പ്രസക്തിയില്ല. പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയാണോ ഇത് ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത്? കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വക്താവാണ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല. അത് ആദ്യം ചർച്ചയ്ക്കകത്ത് ഞാൻ പറഞ്ഞ മുഴുവൻ കൃത്യകാര്യങ്ങളല്ലേ. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കണം. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി വേണമെങ്കിൽ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കൂ. ദയവായി സമയം കളയണ്ട. ഒരു ചർച്ച ആരോഗ്യപരമായി കൊണ്ടുപോകുന്നതിൽ എന്ത് തന്റെ ഇടമുണ്ട് താങ്കൾക്ക് ഇത്തരത്തിൽ സംസാരിക്കാനായിട്ട്? ശ്രീ ചാക്കോ, ഇനി വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട. താങ്കളുടെ ഞാൻ ചോദിച്ച ചോദ്യത്തിനും താങ്കൾ മറ്റു പാനലിസ്റ്റുകൾക്ക് നൽകാനുള്ള മറുപടിയും പറഞ്ഞോളൂ. ശ്രീ ചാക്കോ, താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഇനി വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകണ്ട പ്ലീസ്. ശരിയാകുക പറഞ്ഞോളൂ. എന്നെ സംസാരിക്കാൻ അനുവദിക്കുക. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഓക്കെ, ഞാനിവിടെ പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാൻ പറ്റില്ല, അതൊന്നും വിജയിക്കില്ല എന്നുള്ള വാദഗതികളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ നാട്ടിൽ സംഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച്, ഈ നാട്ടിലെ ക്രൈസ്തവരോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ച്, അവരോട് കാണിക്കുന്ന അനീതിയെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കാതെ ഇയാള് ഘോരഘോരം പ്രസംഗിക്കുന്നത് മതനാട്ടിലെ കാര്യങ്ങളാണ്. ആദ്യം ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, സംസാരിക്കാൻ പറയണ്ട, അതൊന്നും ഭവിച്ചു വരത്തില്ല, അതൊക്കെ പോക്കറ്റിലിടെ. ശരി, ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ ദയവായി വ്യക്തിപരമായോ വ്യക്തി അധിക്ഷേപത്തിലേക്കോ നീങ്ങുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വേണ്ട. ഞാൻ ക്ഷണിച്ചു വരുത്തിയ പാനലിസ്റ്റുകളാണ് എല്ലാവരും. പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ശ്രീ ചാക്കോ പറഞ്ഞോളൂ, പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു പൂർത്തിയാക്കാൻ അദ്ദേഹത്തെ താങ്കളൊന്ന് നിശബ്ദനാക്കൂ. താങ്കൾ സംസ്കാരശൂന്യമായ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം, മാന്യമായിട്ട് സംസാരിക്കൂ. അപ്പൊ ആരാണ്ട് അച്ചാരം മേടിച്ചോണ്ട് ചാനലിൽ ഇരുന്നുകൊണ്ട് ഇയാളെന്നൊക്കെ വിളിക്കാൻ മറുപടി പറഞ്ഞിരിക്കുന്നു. മലയാള ഭാഷയെ കുറിച്ച് മിനിമം പരിജ്ഞാനമെങ്കിലും വേണം. ദയവായി നമ്മുടെ സമയം പോകുന്നു, രണ്ടുപേരും സഹകരിക്കുക. ശരി, ശ്രീ ചാക്കോ പറഞ്ഞോളൂ. ഞാൻ സംസാരിക്കാം. എനിക്ക് പറയാനുള്ള കാര്യം, ഇത് പ്രൊട്ടസ്റ്റന്റ് വൈദികനും ഒരു നാസി വിരുദ്ധനുമായിരുന്നുള്ള ഫ്രെഡറിക് ഗുസ്താവ് എമിൽ മാർട്ടിൻ നിമോളർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒടുവിൽ അവർ നിങ്ങളെ തേടി വന്നു. ആദ്യം അവരെ തേടി വന്നു, മറ്റുള്ളവരെ തേടി വന്നു, അവസാനം ഒടുവിൽ അവർ നിങ്ങളെ തേടി വന്നു. ഇതേ ആശയം എടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പ്രയോഗിക്കുകയാണ്. അതായത് ഇപ്പോൾ അവർ മുസ്ലിമുകളെ വേട്ടയാടുന്നു. അദ്ദേഹം റേഞ്ച് ക്രിസ്ത്യാനികളെ വേട്ടയാടും. ഇത്തരത്തിലുള്ള കാര്യ പരിഹാരമുഖം കേവലം 13.5% ജനനനിരക്കും 21% മരണനിരക്കുമുള്ള ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമുദായത്തിന് അർഹമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കരുതെന്ന് പറയുമ്പോൾ അത് കേരള സംസ്ഥാനം ചെയ്തു തരേണ്ട കാര്യമാണ്. അതിന് നിങ്ങളെ ഒരിടത്ത് ധർമ്മം ചോദിച്ചു ചെന്ന് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ പോയി ധർമ്മം മേടിച്ചു എന്ന് പറയുന്നത് പോലെ ഇവിടെ സംസാരിക്കുന്നത് കേൾക്കുന്നു. അതായത് സംസ്ഥാനമല്ല കേന്ദ്രത്തിലേക്ക് തിരിയാൻ. അത് ഇദ്ദേഹം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ ഇവിടെ നിൽക്കേണ്ട പരിരക്ഷ, ഇവിടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, ഇവിടെ ലഭ്യമാക്കേണ്ട നമ്മുടെ അവകാശങ്ങൾ അത് നിഷേധിക്കാൻ പറഞ്ഞ ഇവിടെ സംസാരിക്കാൻ ക്രിസ്ത്യൻസിനെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന
ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളാണോ? ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന ഒരു പൗരന്റെ മൗലിക അവകാശമാണ് സംസാരിക്കുക, അവകാശം പറയാന്നുള്ളത്. അത് കേരളത്തിൽ എന്തോ അദ്ദേഹം മ്യൂട്ട് ആയി പോകുന്നു. അദ്ദേഹം ഇന്നത്തെ പരിപാടിക്ക് ശേഷം റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് ഔദാര്യമാണെന്നുള്ള മറ്റൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. പാർട്ടി അത് യാതൊരു ഭയവും ഇല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇത്ര ഘോര വിജയത്തിനെ പ്രശ്നിക്കുന്നത്? 2 ബിഷപ്പുമാരല്ല, 2 ജില്ലകളിലെ വിശ്വാസ സമൂഹങ്ങളാണ് 10,000 ഇന്ന് കോഴിക്കോട് അണിചേർന്ന് നിങ്ങൾ അറിയണം. ആ 2 ബിഷപ്പുമാരെ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ്. ഈ 10,000 അവിടെ അണിചേർന്നുകൊണ്ട് അവരുടെ അവകാശ പ്രഖ്യാപനം നടത്തുമ്പോൾ അതിനെ അപഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നവര് എത്ര വലിയ രാഷ്ട്രീയക്കാരായാലും തിരിച്ചടി നേരിടും, സ്വാഭാവികമാണത്. മറിച്ച് അതിൽ വസ്തുതകളുണ്ടോ മനസ്സിലാക്കി ആ വസ്തുതകൾ തിരുത്താൻ തയ്യാറാകുന്ന ഒരു സമീപനമാണ് ആവശ്യം. അതല്ലാതെ അസഹിഷ്ണുത കാണിച്ചുകൊണ്ട് അത് മുഖമുദ്രയാക്കി കൊണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിൽ മറ്റുള്ളവരെ അപകസിച്ച് സംസാരിക്കുന്നത് ശരിയായ രീതിയുമല്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ നമുക്ക് നടക്കുന്ന ഈ ഓരോ വിഷയങ്ങളിലും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്? ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ പി ശ്രീകുമാർ, ഇവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നതാണ് തങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം എന്നതാണ് കത്തോലിക്ക സഭാ നേതൃത്വം പറയുന്നത്. അതിരൂപത ആർച്ച് ബിഷപ്പും അക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ക്രൈസ്തവ സമൂഹവുമായി BJP അടുക്കുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കാണുന്ന വിഷയമാണ്. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ആ ചർച്ച കൂടുതൽ സജീവമായി നിൽക്കുന്ന സമയമായിരുന്നു. 50 പേർ ഇന്നലെ മുനമ്പത്ത് BJPയിലേക്ക് അംഗത്വം എടുക്കുന്നു. ഈ അവരുടെ അവകാശം സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിന് കൂടുതൽ കേന്ദ്രമന്ത്രിക്ക് ഉൾപ്പെടെ സ്വീകരണം ഒരുക്കി കൂടുതൽ യോജിച്ച പ്രവർത്തനങ്ങൾക്ക് അവർ തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു പാർട്ടി പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, ആ നിലയ്ക്ക് നീങ്ങുമെന്ന ഒരു പ്രഖ്യാപനം ഈ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. BJP അതിഥികളെ നമ്മൾ നോക്കിയിരുന്നുവെങ്കിൽ പോലും അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? BJPയുടെ സാധ്യതകളെ ഇത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് താങ്കൾ കരുതുന്നു? ഒരു പക്ഷേ BJP സ്വാധീനത്തിൽ ആണോ ഇങ്ങനെ ഒരു പാർട്ടി പ്രഖ്യാപനം വരുന്നത് തന്നെയും ആ ലക്ഷ്യങ്ങളിലേക്ക് കുറച്ചുകൂടി അടുക്കുന്നതിന്റെ എന്തെങ്കിലും സൂചനകളാണോ? അല്ല, നമുക്കറിയാം കുറെ വർഷങ്ങളായിട്ട് BJPക്കെതിരെ റെജി ലൂക്കോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വക്താക്കളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് BJP ക്രിസ്ത്യൻ വിരുദ്ധതയാണ്, മുസ്ലിം വിരുദ്ധരാണ്. ഇങ്ങനെ വ്യാപകമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും മുന്നണി രാഷ്ട്രീയവും ഒക്കെ വെച്ചിട്ട് കൂട്ടിക്കുഴഞ്ഞ് അതിന് സമാനമായ ചിന്താഗതി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യാപകവുമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറികടക്കാൻ വേണ്ടി BJP വർഷങ്ങളായിട്ട് തന്നെ വളരെ സത്യസന്ധമായിട്ടും വളരെ കാര്യക്ഷമതയോടും കൂടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഓരോ മുൻകാലങ്ങളിലുള്ള പ്രസിഡന്റുമാരായാലും സംഘടനാ സംവിധാനവും ഒക്കെ ന്യൂനപക്ഷങ്ങളെയും കൂടി ഒപ്പം ചേർക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ്, BJPയിൽ ഒരു കോൺഫിഡൻസിന്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ലീഡേഴ്സ് ഒക്കെ കുറവാണ് BJPയിൽ. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വളരെ കുറവാണ്. ക്രിസ്ത്യനും ആദർശത്തിൽ ആകർഷകരായിട്ട് കൃത്യമായിട്ട് ഈ ആദർശം RSSന്റെയും BJPയുടെയും ഒക്കെ ആദർശം ഉൾക്കൊണ്ട കുറച്ച് നല്ല ലീഡേഴ്സ്, ജോർജ് കുര്യനെ പോലെ അല്ലെങ്കിൽ ഐസക് സാറിനെ പോലെ, OM മാത്യു സാറിനെ പോലെയൊക്കെയുള്ള ന്യൂനപക്ഷങ്ങൾ വളരെ കാലിബറുള്ള കഴിവുള്ള ആൾക്കാർ BJPയോടൊപ്പം തന്നെ സഞ്ചരിച്ചിട്ടുമുണ്ട്. എന്നാൽ പൊതുവെ രാഷ്ട്രീയ ചിന്ത നോക്കുമ്പോഴത്തേനും അങ്ങനെ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നിന്നും BJPയിലേക്ക് ഒരു ഒഴുക്കോ അല്ലെങ്കിൽ BJPയെ സ്വീകരിക്കാൻ ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രത്തിൽ സർക്കാർ വന്നു, നരേന്ദ്രമോദി സർക്കാർ വന്നു, ഓരോ വികസന പദ്ധതികൾ ഈ പെറ്റി ജാതി മതവും മാറ്റിയിട്ട് എല്ലാവരുടെയും ഒപ്പം നിർത്തി എല്ലാവർക്കും വികസനം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് വന്നപ്പം പുതുതലമുറ ഇതിലേക്ക് വളരെയധികം ആകർഷിക്കുന്നു. പുതുതലമുറയുടെ സ്വാധീനത്തിലാകാം മുതിർന്നവരും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പാർട്ടിയിലായിരുന്നുണ്ടോ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മജോറിറ്റി നേതാക്കന്മാരും പ്രത്യേകിച്ച് ആത്മീയ നേതാക്കന്മാരും ഒക്കെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. റെജി ലൂക്കോസിനെ പോലെ CPMന്റെ ആളാണെന്ന് ചോദിച്ച ആളാണ്, കത്തോലിക്കനാന്ന് പറയുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ ഇനിയും റെവറന്റ് സഖാവെന്ന് വിളിക്കണോ? ഞാനും കോട്ടയംകാരനാണ്. ഇപ്പം മറ്റേ
പള്ളിയുടെ ആൾ വിളിച്ചപ്പോഴത്തേനും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊന്നും ജോർജ് ദേഷ്യപ്പെടേണ്ട. അദ്ദേഹം ആക്ഷേപിച്ച് വിളിച്ചതോ അൺപാർലമെന്ററി എന്നൊന്നും അല്ല. ചിലടത്തൊക്കെ കണ്ണൂരുകാരും കോട്ടയംകാരും തിരുവനന്തപുരംകാരും ഒക്കെ അങ്ങോട്ട് മാറിയൊക്കെ പറയും. അത് നമ്മൾ ആ രീതിയിൽ ആ എടുക്കാവുള്ളൂ. പക്ഷെ ഇവിടെ ഈ ക്രിസ്ത്യൻ സഭകളുടെ വക്താക്കള് അല്ലെ ക്രിസ്ത്യൻ സഭകളുടെ അട്ടിപ്പേർ അവകാശം കോൺഗ്രസ്സുകാരാണ് ക്ലെയിം ചെയ്യുന്നത്. ഇപ്പം ഇതിന് ഇവിടെ CPM ഇടതുപക്ഷം അതിനുവേണ്ടി കുറെ ശ്രമങ്ങളൊക്കെ നടത്തി, ചെറിയ ക്യാച്ചൊക്കെ നടത്തി, പ്രത്യേകിച്ച് KM മാണിയുടെ മോനെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ചെയ്തെങ്കിലും ക്രിസ്ത്യൻ സഭകളുടെ മഹാഭൂരിപക്ഷവും കോൺഗ്രസിനൊപ്പമാണ്. അതേസമയത്ത് മുസ്ലിങ്ങൾ അവിടെ അതിനെ അടർത്തിയെടുക്കാനുള്ള നീക്കമാണല്ലോ BJP കുറെ നാളായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇതിനോട് ചേർത്ത് വെക്കണമോ എന്നതായിരുന്നു ഞാൻ താങ്കളോട് ചോദിച്ചത്. അതെ, ഈ CPM എന്ത് ചെയ്തു? CPM ഇപ്പം ക്രിസ്ത്യാനികളെ അങ്ങ് ഒഴിവാക്കിയിട്ട് മുസ്ലിങ്ങളുടെ അട്ടിപ്പേറിന് വേണ്ടി വളരെ ആഞ്ഞ് ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഇപ്പൊ ഈ നമ്മൾ ചർച്ച നടക്കുന്ന ദിവസം മധുരയിൽ പാർട്ടിയുടെ കോൺഗ്രസ് നടക്കുക. അവിടെ ഇട്ടിരിക്കുന്ന വേഷമൊക്കെ റെജി ഒന്ന് നോക്കണം. റെജി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതല്ലേ. റെജി അതായത് അറാഫത്തും ഒക്കെ ധരിക്കുന്ന ഇതൊക്കെയാണ്. ചോപ്പൊന്നും ഇല്ല, മൊത്തം പച്ചയും. അതുപോലെ അവരുടെ ആ മേൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പാർട്ടിക്കാരൊക്കെ മുസ്ലിങ്ങളുടെ 4 വോട്ട് കിട്ടാൻ വേണ്ടി പെറ്റി പൊളിറ്റിക്സ് കളിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതെന്തെങ്കിലും ആകട്ടെ. പക്ഷെ ഇവിടെ റെഗുലർ ലൂക്കോസ് ഒക്കെ ഒരു കാര്യവുമില്ലാതെ ബാലിശമായ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഒരു പച്ച കള്ളം പറഞ്ഞു കേൾക്കണോ? ഏതാണ്ട് കുറെ വർഷങ്ങളായിട്ട് ബഹുമാന്യനായ പോപ്പ് ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇങ്ങോട്ട് അദ്ദേഹത്തെ കേട്ടിരുന്നു. എത്ര നുണയാണ്, പച്ചക്കള്ള ഇങ്ങനെ പറയാവോ? റെജിക്ക് അറിയാമല്ലോ, ഞാൻ പോപ്പിനെ നേരിട്ട് ഇറ്റലി പോയി മാർപ്പാപ്പയെ കണ്ടിട്ടുള്ള ആളാണ്. പോപ്പിന് അതിനു മുമ്പ് 1 വർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ചങ്ങനാശ്ശേരിക്കാരനായ കർദിനാള് അദ്ദേഹത്തിന്റെ അഭിഷിക്തനായപ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് ഡെലിഗേറ്റ്സിനെ വിട്ടു, മന്ത്രി ഉൾപ്പെടെ ഡെലിഗേറ്റ്സിനെ അയച്ചിട്ട് അപ്പോഴും അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. അപ്പം എല്ലാവരോടും പരസ്യമായിട്ട് കർദിനാളും പറഞ്ഞു, പോപ്പും പറഞ്ഞാണ് എന്നാക്കിയാണെങ്കിലും ഇന്ത്യയിലേക്ക് വരും. പക്ഷേ ഇപ്പം കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷമാണ്. അതായത് ഓരോ 25 വർഷം കൂടുമ്പോഴും വലിയ പരിപാടികൾ റോം കേന്ദ്രീകരിച്ച്, ഇറ്റലി കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം വരാൻ സാധ്യതയില്ല. അടുത്ത 2026 എന്തൊക്കെയായാലും വരുമെന്ന് റെജി വായിക്കുന്ന പത്രവും ദേശാഭിമാനിയും എല്ലാവരും കൊടുത്തിട്ട് റെജി ഇപ്പം പറയാണ്, നരേന്ദ്രമോദി ഇതാ പോപ്പിനെ ഇങ്ങോട്ട് കയറ്റുന്നില്ല. ഇത്രയും നുണകളാണ് എല്ലാ കാര്യത്തിലും പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ റെജിയെ പോലുള്ള റെജിയുടെ വടക്കേ ഇന്ത്യൻ കൗണ്ടർ പാർട്ടുകളൊക്കെ പറയുന്നത് കേരളത്തില് ഇടുക്കിയില് ഹിന്ദുക്കള് കുരിശെല്ലാം പിഴുതു കളയുന്നു എന്നാണ്. ഇവിടെ പിഴുതു കളഞ്ഞത് ആരാണ്? റവന്യൂ ഉദ്യോഗസ്ഥര് അനധികൃതമായിട്ട് വെച്ച കുരിശ് പിഴുതതും ഇവിടുത്തെ RSSന്റെ അക്കൗണ്ടിലാണ് CPMകാരും വടക്കേ ഇന്ത്യയെ പ്രചരിപ്പിക്കുന്നത്. അതുപോലെയുള്ള ഈ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ആരാണ് ഈ ജബൽപൂരിൽ ഇങ്ങനെ ഒരു അക്രമം നടത്തിയെന്ന് ആർക്കറിയാം? അപ്പോഴെങ്ങനെ ഇത് RSS BJP എന്ന് പറഞ്ഞൊക്കെ മധ്യപ്രദേശിലുള്ള എല്ലാവരും RSSകാരും ക്രൈസ്തവ സഭകൾക്ക് പോലും ഒരു പ്രശ്നവും ഇല്ലാത്ത കേസുകളിലാണ് താങ്കൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ചത് BJPക്കും ഈ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള പങ്കും അവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളിലെയും അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീകുമാർ, താങ്കളിലേക്ക് വരും മുമ്പ് ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ ഒരൊറ്റ കാര്യം കൂടി. ഈ വഖഫിന് ബില്ല് ചർച്ച അതുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ തന്നെ ഇനി നിങ്ങളിലേക്ക് എത്തും എന്ന കാര്യം പലരും ഉന്നയിച്ചതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ആ കോട്ട് പല ആവർത്തി പലരും സൂചിപ്പിച്ചതാണ്. ഓർഗനൈസറിൽ വന്ന ലേഖനം ക്രൈസ്തവ സഭയുടെ സ്വത്ത് സംബന്ധിച്ച് ഉള്ള ചൂണ്ടൽ അതൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിരുന്നു. ഇതൊന്നും ആശങ്കപ്പെടുത്തുന്നില്ല. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന അക്രമങ്ങൾ ആശങ്കപ്പെടുത്തുന്നില്ല. ഇവിടെ പല വിഭാഗങ്ങളെയും പോലെ ക്രൈസ്തവ സമൂഹത്തിനും വന്യമൃഗങ്ങൾ വരുന്നത് ക്രൈസ്തവരെ മാത്രം നോക്കിയല്ലോ. അങ്ങനെ പലർക്കും അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾക്കൊപ്പം ക്രൈസ്തവ സമൂഹവും അനുഭവിക്കുന്ന വിഷയങ്ങളെ മാത്രം ചൂണ്ടി ഇങ്ങനെ ഒരു നീക്കം മറ്റെന്തെങ്കിലും ലക്ഷ്യമിട്ടുകൊണ്ടാണോ? ആദ്യം തന്നെ താങ്കൾ പറഞ്ഞൊരു തിരുത്തി ഞാൻ പറയാം. അതായത് ഈ ഓർഗനൈസറിൽ വന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഇത്തരമൊരു ന്യൂസ് സുപ്രഭാതത്തിൽ വന്നിരുന്നു. അത് താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതേ ക്രൈസ്തവ സഭയാണ് ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമ എന്ന് പറഞ്ഞുള്ളൂ. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ക്രൈസ്തവ സഭ ആരുടെയെങ്കിലും ഭൂമി പിടിച്ചെടുക്കുകയോ അനാവശ്യമായിട്ട് ആരെങ്കിലും ഇറക്കി വിടാനായിട്ട് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹപരമായ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുകയോ അത്തരത്തിലുള്ള ബോർഡുകൾ ഉണ്ടാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. അധ്വാനിക്കുന്ന വിഭാഗം അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് ഉണ്ടാക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണോ? അത് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ സമുദായത്തിന് സ്വന്തപ്പെട്ടതാണ്. ഇവിടെ അതല്ല പ്രശ്നം. എന്റെ ഈ വഖഫ് നിയമത്തിൽ പ്രത്യേകമായിട്ട് കാണുന്നത് അത്തരത്തിൽ വഖഫിന് സ്വത്തുണ്ടെങ്കിൽ ആർക്കും ഒബ്ജക്ഷൻ ഇല്ല. ഇവിടുത്തെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷത്തിന്
രാജ്യദ്രോഹപരമായി തോന്നുന്ന വിധത്തിലുള്ള ക്ലോസുകളുള്ള വഖഫ് നിയമം അമെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്കും ബാധകമാണ്. മുസ്ലിമിലെ മഹാഭൂരിപക്ഷം ഇതിനെതിരെ നിൽക്കുന്നവരുണ്ട്. ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടിയാണ് ഇന്ന് പലരും ബാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ചും ഇത്തരത്തിലുള്ള പീഡനങ്ങളെ കുറിച്ചും പറയുമ്പോൾ രണ്ട് കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏകദേശം പാലസ്തീൻ മനുഷ്യാവകാശം മാത്രമേ ലോകത്തിൽ മനുഷ്യാവകാശമുള്ളൂ, അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളോട് അനുനയം പ്രഖ്യാപിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതാണോ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറയുന്നത്? എത്രയോ പതിനായിരങ്ങളെ കഴുത്ത് വെട്ടിയും അതുപോലെ തന്നെ നിഷ്കരണം വധിക്കുകയും ചെയ്യുന്ന പ്രദേശങ്ങളുണ്ട്. അവരൊന്നും ഈ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയുന്നില്ല. അവിടെയൊക്കെ ഈ കുഞ്ഞുങ്ങളെ മരിക്കുന്നതിനെ കുറിച്ച് ആരും പറയുന്നില്ല. എപ്പോഴും പാലസ്തീന്റെ കേസ് വരുമ്പോൾ മാത്രം എല്ലാവർക്കും മനുഷ്യാവകാശം കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണർത്തെഴുന്നേൽക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത്. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പാലസ്തീനുള്ള മനുഷ്യാവകാശം പോലെ തന്നെ അതുണ്ടെങ്കിൽ അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള മനുഷ്യാവകാശങ്ങളും മറുവശത്ത് നടക്കും. ഇവരാരും കരയുന്ന കാണുന്നില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, ഹമാസ് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളുടെ മറവിൽ നടക്കുന്ന നീക്കങ്ങളെ നമ്മൾ അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന് രണ്ടാമത്തെ കാര്യം. അതോടൊപ്പം തന്നെ വഖഫ് പോലുള്ള നിയമങ്ങളിൽ സ്വാഭാവികമായിട്ടും നമ്മളാരും മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരല്ല. ഇത് മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണഞ്ഞു പരിശ്രമിക്കുകയാണ്. കാരണം മുസ്ലിമുകളുടെ എത്രയോ ആയിരങ്ങളുടെയാണ് ഭൂമി. ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ മുസ്ലിം അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമല്ലോ. അതാണല്ലോ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ആരാണ് കാലാകാലമായി ഇവർ ഒരു വോട്ട് ബാങ്ക് ആണെങ്കിൽ അതിന്റെ ഗുണഭോക്താവായി വരുന്നത് എന്ന് ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു? അത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിൽ വിഭജനം ഉണ്ടാവുകയും അവർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയും ചെയ്തതിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ തുടർഭരണം എന്നൊക്കെ ഒരു പരിധിവരെ വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് അവർക്ക് ആർക്കും തീരെഴുതി കൊടുത്തതല്ല അവരുടെ വോട്ടവകാശം അല്ലെങ്കിൽ അവരുടെ ഈ രീതിയിലുള്ള അവരുടെ കഴിവ് എന്ന് ഇന്ന് പാംബ്ലാനി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യും, അത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടാണെങ്കിൽ ആ നിലയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത് കോൺഗ്രസ് ആയിരിക്കില്ലേ? നോക്കൂ ശ്രീമതി രേണുക, അതായത് കേരളത്തിലെ സാഹചര്യത്തിലാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുടെ സുഹൃത്തുക്കൾ കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലും അതുപോലെ തന്നെ പള്ളിമേടുകളിലൊക്കെ പോയെന്ന് നമുക്കറിയാമല്ലോ. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പില് UDF 18 സീറ്റ് നേടിയിട്ട് കോൺഗ്രസിന്റെ MP-മാരും UDF MP-മാരും ഡൽഹിയിലുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജയിച്ചു. അതുപോലെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ ജയിച്ചു CPM-ന്റെ. അപ്പൊ ആ 19 ഇടങ്ങളിൽ 20 ഇടങ്ങളിൽ 18 UDF ആണെന്ന് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ ഈ മുനമ്പം വിഷയം വന്നപ്പോഴ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലച്ചൻ അദ്ദേഹം മുനമ്പത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു പ്രസംഗം നടത്തി. പരമ്പരാഗത ചിഹ്നങ്ങളിൽ നിന്ന് മാറി വോട്ട് ചെയ്യാനും ഞങ്ങൾക്ക് മടിയില്ലെന്ന് പറഞ്ഞു. പിറ്റേന്ന് പാലക്കാട് BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ മുനമ്പത്തെത്തി. പക്ഷേ അവിടെ 3000 വോട്ടിന് ജയിച്ച UDF 18,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് നമ്മൾ കണ്ടത്. BJPക്ക് അവിടെ രണ്ടാം സ്ഥാനം നിലനിർത്താനേ സാധിച്ചുള്ളൂ. അപ്പൊ ഇത് BJPയുടെ ധാരണ അവരിലേക്ക് ക്രൈസ്തവർ വരികയാണ്. അതിന്റെ പ്രശ്നം എന്താ വെച്ചാല് BJP എന്ന പാർട്ടിയോടല്ല ഈ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് താല്പര്യം, ഭരണത്തോടാണ്. കാരണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് BJPയോട് അവർക്ക് താല്പര്യം കാണും. അത് സ്വാഭാവികമാണ് സഭാ നേതൃത്വത്തിന്. പക്ഷെ സഭയിലെ വിശ്വാസികളുണ്ട്. ആ വിശ്വാസികൾ പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമാണ്. BJPയുടെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. BJPയുടെ ക്രൈസ്തവ സഭയുടെ സഭ സമുദായത്തിൽ നിന്നും താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ ഇവരുടെ പരീക്ഷണങ്ങളൊക്കെ ഓരോ കാലത്തും പരാജയപ്പെട്ടു. നിങ്ങൾ നോക്കൂ, SNDP SRP ഉപേക്ഷിച്ച ശേഷം അവര് BDJS എന്നുള്ള സംഘടന രൂപീകരിച്ചല്ലോ. BDJS SRPയുമായി ഡയറക്റ്റ് ബന്ധമില്ലെന്നൊക്കെ പറയുമെങ്കിലും അറിയാമല്ലോ തുഷാർ വെള്ളാപ്പള്ളിയുടെ സമീപനം എന്താണെന്നുള്ളത്. NDAയുടെ ഒപ്പമാണ്. എന്നിട്ട് ആ BDJS വളരുന്നില്ല. ഇവിടെ അവർക്ക് ഒരു വളർച്ചയും ഉണ്ടാകുന്നില്ല. BJPയുടെ ഒപ്പം നിൽക്കുക. ക്രൈസ്തവ സഭയിലെ ഈ ഇന്ത്യയിൽ ആകമാനം ഇന്ന് നടക്കുന്ന സഭ ഇന്നിപ്പോ ജബൽപൂർ വിഷയം തന്നെ അവസാനത്തെ, മണിപ്പൂർ വിഷയം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടക്കുമ്പോൾ BJPയോട് അടുക്കാൻ തന്നെ സഭാ നേതൃത്വം പറഞ്ഞാലും സഭ വിശ്വാസികൾ അതിനിപ്പോ നിൽക്കണം എന്നില്ല. പരമ്പരാഗതമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ UDFനും കോൺഗ്രസിനും ഒപ്പമാണ്. അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതിനി നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. പക്ഷേ BJP ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഓർത്തഡോക്സ് സഭയുമായിട്ട് നമ്മുടെ ബഹുമാന്യനായ PS ശ്രീധരൻപിള്ള സാറ് ചർച്ച നടത്തിയ കഥയൊക്കെ അറിയാമല്ലോ.
ഓർത്തഡോക്സ് സഭ CPM ഓർത്തഡോക്സ് സഭയുമായി ചർച്ച നടത്തുന്നു, യാക്കോബായ സഭയുമായി ചർച്ച നടത്തുന്നു, കത്തോലിക്ക സഭയുമായി ചർച്ച നടത്തുന്നു. പിന്നെ ഇതൊക്കെ ഉള്ളപ്പോഴും ഒരു പാർട്ടി രൂപീകരിക്കും എന്നവർ പറയുകയാണെങ്കിൽ അത് എന്ത് സമ്മർദ്ദതന്ത്രമെന്ന് എന്ത് തന്ത്രം എന്ന് പറഞ്ഞാലും വിരോധമില്ല. പക്ഷേ CBCയെയും KCBCയും ഒക്കെ കൃത്യമായി ആലോചിച്ചിട്ടില്ലേ പാർട്ടി രൂപീകരിക്കാൻ പറ്റും, അല്ലാണ്ട് രൂപതാടിസ്ഥാനത്തിൽ പാർട്ടി രൂപീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ അവര് ഓരോ ക്രൈസ്തവ സഭയിലും മുൻകാലങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സഭാ നേതൃത്വത്തിൽ ഒരു ഐക്യ രൂപം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് അങ്ങനെ കാണാറില്ല. ഇപ്പൊ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പാമ്പ്ലാനി പിതാവ് പറയുന്നതും ഇഞ്ചനായ പിതാവ് പറയുന്നതും അതുപോലെ ഒക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. പഴയ കാലത്ത് ഐക്യത്തിലൊന്നും യാതൊരു കുറവുമില്ല. അത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടണ്ട. സഭയുടെ ഐക്യത്തിൽ യാതൊരു കുറവുമില്ല. സഭാ നേതൃത്വവും സഭാ സേനയും ഒരേ ഇടപെടല്ലേ നിങ്ങളെ ഇടപെടല്ലേ. ഞാൻ പറയുന്നത് ഇത് നമ്മൾ കാണുന്ന രാഷ്ട്രീയമാണ്. നമ്മൾ കാണുന്ന രാഷ്ട്രീയം എന്ന് വെച്ചാല് ബിഷപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. അതായത് പാലസ്തീൻ വിഷയങ്ങളോട് എടുത്തിട്ട് ഈ കത്തോലിക്ക സഭയുടെ വ്യക്താവേഷധാരി ഈ പാലസ്തീനിലെ 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ സ്ത്രീകളെയും കൊന്നൊടുക്കുന്നതിനെ കുറിച്ച് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവലംബിച്ചിട്ടുള്ള ആരാന്നറിയോ? ലോകത്തിൽ കത്തോലിക്ക സഭയേക്കാൾ ഉപരിയായി ലോകം ആരാധിക്കുന്ന ഫ്രാൻസിസ് മാപ്പായ രോഗശയ്യയിൽ കിടന്നുപോലും അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചു. ഈ പറഞ്ഞ വ്യക്തികളെ പോലെ ചില ആളുകൾ നാളെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് ഫ്രാൻസിസ് മാപ്പായെ പോലും തള്ളിപ്പറയാൻ മടിക്കത്തില്ല. ദീപിക പത്രത്തിൽ മൈൻഡ് യുവർ വേർഡ്സ് ബി കെയർഫുൾ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ കുറിച്ച് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ആ മുഖപ്രസംഗം എന്താ അറിയോ? അത് അങ്ങോട്ട് നോക്കി പറയണമായിരുന്നെന്ന്. ആരോട്? ജബൽപൂരിലേക്കും അല്ലെങ്കിൽ ഡൽഹിയിലേക്കും നോക്കി പറയണമെന്നായിരുന്നു ഇന്ന് ദീപി എഴുതിയത്. അപ്പോഴാണ് കത്തോലിക്കരുടെ വ്യക്താവേഷധാരനോട് വന്നുകൊണ്ട് പ്രബുദ്ധമായ കത്തോലിക്ക സഭയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അത് കേട്ടിരിക്കുക എന്ന് പറഞ്ഞാണല്ലോ ഒരിക്കലും പൊറുക്കാൻ പറ്റുന്നില്ല. ബി ശ്രീമാനോട് എന്റെ വളരെ അടുത്ത സുഹൃത്താ. നമ്മുടെ സമയം അവസാനിക്കുന്നു. ഞങ്ങൾ മറുപടി പറയും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഏകപക്ഷീയമായിട്ട് ശരിയല്ല. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ ചാക്കോ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞോളൂ. വിശുദ്ധനായ ഫ്രാൻസിസ് പാപ്പായെ പോലും നിഷ്കരണം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം പാലസ്തീനെ കുറിച്ച് ഘോരഘോരം പറയുമ്പോ ലോകമെമ്പാടും നടക്കുന്ന ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അവരെ ഇങ്ങനെ ആക്ഷേപിച്ചത് അടിസ്ഥാനപരമായിട്ടുള്ള ചിന്ത, അതായത് ഈ സഭാ വക്താവ് വേഷധാരി എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിന് എവിടുത്തെ കിട്ടുന്ന ലോജിക്കാണ്? ഇദ്ദേഹത്തിന് ഈ ലോകത്ത് ഒരു ബില്ലിംഗ് ഉണ്ടാവണ്ടേ? നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ക്രൈസ്തവ സഭ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അവരുടെ അവകാശ സംരക്ഷണത്തിന് നിലകൊള്ളും എന്നാണ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുടേതുൾപ്പെടെയുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിലും ചർച്ച സജീവമായിരിക്കും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.